മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. LDF ഇപ്പോ VV രാജേഷിനെതിരെ മേയർക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തുണ്ടല്ലോ. ഈ VV രാജേഷ് മേയർ പോലും ആകാത്ത സമയത്ത് എന്തായിരുന്നു VV രാജേഷ് എന്നുള്ളത് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഫിറോസ് മൂന്നാമത്തെ തവണയാണ് പറയുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. ഞാൻ ജനങ്ങളോട് പറയുന്നു, ഏഷ്യാനോട് പറയുന്നു, അത്തരത്തിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് എന്തെങ്കിലും ഒരു ബോധ്യപ്പെടുത്തൽ നടത്തിയാൽ ആ നിമിഷം ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് താങ്കളോട് പരസ്യമായി മാപ്പ് ക്ഷമ ചോദിക്കാം. ഇനി അങ്ങനെ താങ്കൾക്ക് സാധിച്ചില്ലെങ്കിൽ താങ്കൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം. താങ്കൾ പൊതുപ്രവർത്തനം ഉണ്ടാകണം, മാന്യ പൊതുപ്രവർത്തനം നടത്തണമെന്നാണ്. താങ്കൾക്ക് സോറി എങ്കിലും പറയാമോ? ഞാൻ പറഞ്ഞു പോയി. രാജേഷിന്റെയും MP രാജേഷിന്റെയും അതുപോലെ തന്നെ നിതിൻ കണിച്ചേരിയുടെയും റീമിന്റെയും ഇവർ 4 പേരുടെയും ഫോണുകൾ പരിശോധിക്കാൻ തന്നാൽ ഒരു 15 ദിവസം ഞാൻ വേറെ നമ്പർ എടുത്തോളാം. എന്റെ പഴയ ഫോൺ ഞാൻ അതിലിട്ടോളാം. ഞാൻ ഉപയോഗിക്കുന്ന 2 നമ്പറുണ്ട്. ആ നമ്പർ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഫോൺ ഞാൻ തന്നിരിക്കുന്നു. ഞാൻ ഒന്ന് പറയട്ടെ, താങ്കൾക്ക് എത്ര സമയം വേണം ഇങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി? ഞാൻ പറയട്ടെ, തെളിയിച്ചാൽ ആ നിമിഷം ഞാൻ എന്റെ ജീവിതത്തിലെ പൊതുപ്രവർത്തനം അവസാനിച്ച് പരസ്യമായിട്ട് തലമുണ്ടനം ചെയ്ത് മാപ്പി ചോദിക്കാം. ഇനി അത് തെളിയിച്ചില്ലെങ്കിൽ അങ്ങനെ സോറി എങ്കിലും പറയാമോ? ശരി. നിങ്ങൾ കണ്ടില്ലേ, അതായത് VV രാജേഷ് ഒരു മേയർ പോലും അല്ലാത്ത കാലത്ത്, ഇത് 2024 ഒരു ചർച്ചയാ. മേയർ ആയിട്ടില്ല അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ BJP CPM ഒരുമിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ PK ഫിറോസ് വിളിച്ചു പറഞ്ഞ സമയത്ത് തന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അങ്ങ് കയ്യിലേക്ക് കൊടുക്കുക, ഇതെടുത്ത് പരിശോധിക്കൂ. എത്ര ദിവസമാ വേണ്ടത്? ഒരാഴ്ചയോ 1 മാസമോ? എത്രയാ സമയമെന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്നത് തെളിയിച്ചാൽ എന്റെ പൊതുപ്രവർത്തനം ഞാൻ നിർത്തും, തലമുണ്ടനം ചെയ്യും. നിങ്ങൾ പറയുന്നത് പോലെ ജീവിച്ചോളാമെന്നാ PK ഫിറോസിനോട് പറഞ്ഞത്. PK ഫിറോസ് ഇങ്ങനെ ചെളിയിൽ കിടന്നിങ്ങനെ ഉരുണ്ടും മറിയുന്നത് കണ്ടില്ലേ? അതായത് ഞാൻ ഇതെടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ആരെങ്കിലും ഈ പറയുന്ന VV രാജേഷിനെതിരെ, തലസ്ഥാന നഗരിലെ മേയർക്കെതിരെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഓടി ഒളിക്കുക എന്നല്ലാതെ ഇദ്ദേഹത്തിന്റെ മുമ്പിലെങ്ങാനും പെട്ടാൽ നിങ്ങളെ കണ്ടം വഴി ഓടിക്കും. അതിന് ഏത് ഇടത് നേതാക്കന്മാരാണെങ്കിലും UDF നേതാക്കന്മാരാണെങ്കിലും. എന്റെ ലളിതമായ ഒരു ചോദ്യ, നമ്മുടെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ആയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് നിങ്ങൾ ഇത് പരിശോധിച്ചോളൂ, എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ ഇത് എടുത്തോളൂ, ഞാൻ വേറെ സിം എടുത്തോളാം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം തുറന്ന പുസ്തകമായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ഇത്ര തന്റെ ഇടത്തിൽ ഇത്ര നട്ടൽ എന്നിവർക്ക് വിളിച്ചു പറയുന്നത്? ഇത് വിവേകമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. ഓരോ മലയാളിയും, സകല ആളുകളും തിരിച്ചറിയണോ. അതായത് തന്റെ സ്വന്തം വ്യക്തിപരമായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് കൊടുക്കണമെങ്കിലേ അത് ചില്ലറ ധൈര്യമൊന്നും പോരാ. എത്രത്തോളം തുറന്ന പുസ്തകമായിരിക്കണം VV രാജേഷ്. അല്ലെങ്കിലും ഈ PK ഫിറോസിനൊന്നും ഒരു നിലവാരമില്ല. ഈ പറയുന്ന UDF, ഈ പറയുന്ന BJP CPM ഒരുമിച്ച് റഹീമിനെയും കൂട്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങാൻ VV രാജേഷിന് എന്താ ഓളുണ്ടോ? ഇത് പറയുന്നതിനൊക്കെ ഒരു ഉളുപ്പ് വേണ്ട. ഇതൊക്കെ നിങ്ങള് മുസ്ലിം ലീഗിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ വിളംബരം ചെയ്താൽ മതി. ഒരു പൊതുസ്ഥലത്തെത്തി ഇമ്മാതിരി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ട്രൗസറും കഴിഞ്ഞു. അതാ ഇപ്പൊ കണ്ടത്. PK ഫിറോസ് കിടന്നങ്ങ് ഉരുണ്ടതാ. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. VV രാജേഷ് ചാനൽ ചർച്ചയിൽ തന്റെ ഫോൺ എടുത്ത് കൊടുത്തതുപോലെ PK ഫിറോസ് അത് വാങ്ങുമെന്ന് തന്നെ കരുതിയിട്ടല്ലേ VV രാജേഷ് കൊടുക്കുന്നത്? എന്നിട്ട് കൃത്യമായിട്ട് പറയാ, ഇത് നിങ്ങള് ഇതിൽ വലിയൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പൊതുപ്രവർത്തനം ഒന്നും നിർത്തണ്ട. PK ഫിറോസിനോട് പറയാ, നിങ്ങൾ മാന്യമര്യാദക്കുള്ള
പൊതുപ്രവർത്തനം നടത്തിയാൽ മതി, നിങ്ങൾ അതൊന്നും നിർത്തണ്ട. മറിച്ച് നിങ്ങൾ എനിക്കെതിരെ ആരോപിച്ചതിന് ഒരു മാപ്പെങ്കിലും ഒരു ക്ഷമയെങ്കിലും അന്തസ്സിന് പറഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ പൊതുപ്രവർത്തനം പോലും നിർത്തണ്ട എന്ന് പറഞ്ഞിട്ടും ആ ഫോണൊന്ന് വാങ്ങാൻ PK ഫിറോസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനി എന്റെ ലളിതമായ ചോദ്യ, PK ഫിറോസിനെ കൊണ്ട് സാധിക്കുമോ തിരിച്ച് തന്റെ ഫോണൊന്ന് എടുത്തിട്ട് ഒരു BJP നേതാവിനോട് ഇതാ നിങ്ങൾ പരിശോധിച്ചോളൂ, ഇനി BJP നേതാവ് വോട്ടെ ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ? കൊടുക്കൂല. അപ്പോ ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയണം. ആരാണ് ഇവിടെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ നിന്ന് എന്തും ഞാൻ എന്താണ് എന്നുള്ളത് ഒരു തുറന്ന പുസ്തകമാണ് എന്ന് പറയാൻ ഇവിടെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാധിക്കും? ഞാൻ ഇതൊക്കെ എടുത്ത് മുന്നോട്ട് വെച്ചത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയില് അവിടെയുള്ള ഇടതുപക്ഷം മേയർ കെയർ പദ്ധതിയില് എന്തോ തട്ടിപ്പുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു ഉദാഹരണം എടുത്ത് മുന്നോട്ട് വെച്ചതാ. വെറുതെ മേയറുടെ നേർക്ക് നേർ നിന്ന് മുമ്പിൽ പോയിട്ട് പെടാ നിൽക്കണ്ട. നിങ്ങളൊരു പ്രമുഖ മാധ്യമങ്ങളിലേക്ക് ഒരു ചർച്ചക്കൊക്കെ വിളിച്ചാൽ നിങ്ങൾ പോവാത്തതായിരിക്കും നല്ലത്. അല്ലെങ്കിലും മേയർ കെയർ പദ്ധതിയിൽ എന്ത് തട്ടിപ്പ് നടന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതായത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ ഒരു നയാ പൈസ ഈ പറയുന്ന മേയർ കെയർ പദ്ധതിക്ക് വേണ്ടി എടുത്തിട്ടില്ല. അതായത് ഓരോ ആളുകളും സന്തോഷ് പണ്ഡിറ്റ് ഉൾപ്പെടെ ഒരു ഓട്ടോറിക്ഷയാണ് മേയർ കെയർ പദ്ധതിയിലൂടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാ കൊടുത്തത്? തന്റെ സമ്പാദ്യത്തിലെ ഒരു വിഹിതം എടുത്തിട്ടാണ് മേയർ കെയർ പദ്ധതിയിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് സകല മലയാളികളും തിരിച്ചറിയും. ഇത് കമ്മികളെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നതിൽ നല്ലത് വേറെന്തെങ്കിലും പണിക്ക് പോകുന്ന സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയുക, ഈ കോർപ്പറേഷനിലെ ഒരു നയാ പൈസ ഈ പറയുന്ന മേയർ കെയർ പദ്ധതിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. ഈ മേയർ കെയർ പദ്ധതിയെ ഇടത് വലിയ രീതിയിൽ പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് 51 സീറ്റ് BJPക്കുള്ളത് അത് അടുത്തതിൽ 80ലേക്കും 90ലേക്കും എത്തുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഇടതിന് പോലും തിരിച്ചറിയാം. കാരണം മേയർ കെയർ പദ്ധതിയിലൂടെ ഓരോ കാര്യങ്ങൾ, അതായത് തലസ്ഥാന നഗരിയിലെ സാധാരണക്കാർക്ക്, അതും സാധാരണ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ വികസനം ചെയ്യലും മേയർ കെയർ പദ്ധതിയിലൂടെ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അത് VV രാജേഷ് അതേപോലെ തന്നെ അവിടെയുള്ള BJP ലീഡേഴ്സിനൊക്കെ വലിയ സ്വീകാര്യത ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഭയന്നിട്ട് ഇപ്പൊ ഇടത് നേതാക്കന്മാർ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് മേയർ കെയർ പദ്ധതിയിൽ എന്തോ പ്രശ്നമാണ്. മേയർ കെയർ പദ്ധതി ഈ നഗരസഭയിൽ നിന്ന് നയാ പൈസ എടുക്കുന്നില്ല. ഇനി ഇതൊക്കെ എങ്ങനെയാ കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഏതായാലും വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയാം, മേയർ കെയർ പദ്ധതി എന്ന് പറയുന്നത് നഗരസഭയിൽ നിന്ന് ഒരു നയാ പൈസയും എടുക്കുന്നില്ല. അത് താല്പര്യമുള്ള മേയറിലൂടെ ജനങ്ങളിലേക്ക് സൗകര്യങ്ങള് വികസനങ്ങള് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന സംഭാവനയിൽ നിന്നാണ് മേയർ കെയർ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക.